ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2026 ലോഗോസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പുസ്തകം ലഭിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. 250 രൂപയാണ് പുസ്തകത്തിന്റെ വില. 4500 ചോദ്യങ്ങളുള്ള, നമുക്ക് പഠിക്കാനുള്ള 35 അധ്യായങ്ങളിൽ നിന്ന് 1091 വാക്യങ്ങളിൽ നിന്ന് വളരെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കേരളത്തിനുള്ളിൽ 50 രൂപയാണ് പോസ്റ്റൽ ചാർജ്, കേരളത്തിന് പുറത്ത് 100 രൂപ. പഠന സഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം പൈസ അയച്ച് അതിന്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ പുസ്തകം ഉടൻ തന്നെ അയക്കുന്നതായിരിക്കും. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 140 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തുന്നത്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി രജിസ്റ്റർ ചെയ്തവർക്കും കഴിഞ്ഞുപോയ മോക്ക് ടെസ്റ്റുകളുടെ എല്ലാം ലിങ്കുകൾ അയച്ചു തരുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം: അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞതെന്ത്? ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. 2, അന്ധനായിരുന്ന അവനെ വീണ്ടും വിളിച്ച് അവനോട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതാര്? യഹൂദർ. 3, അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് ആരെ മഹത്വപ്പെടുത്തുക എന്നാണ് പറയുന്നത്? ദൈവത്തെ. 4, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് യഹൂദർ അന്ധനായിരുന്നവനോട് പറഞ്ഞത്? പാപിയാണെന്ന്. യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 5, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് അന്ധനായിരുന്നവനോട് യഹൂദർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതെന്ത്? അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. 6, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നു പറഞ്ഞ യഹൂദരോട് അന്ധനായിരുന്ന മനുഷ്യൻ എന്ത് എനിക്കറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്? അവൻ പാപിയാണോ എന്ന്. 7, തനിക്ക് അറിയാമെന്ന് യഹൂദരോട് അന്ധനായിരുന്ന മനുഷ്യൻ പറയുന്ന ഒരു കാര്യമെന്ത്? ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. 8, ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ അന്ധനായിരുന്ന മനുഷ്യനോട് യഹൂദർ ചോദിച്ചതെന്ത്? അവൻ നിനക്കു വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? 9, അവൻ നിനക്കു വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത് എന്ന് ചോദിച്ച യഹൂദരോട് അന്ധനായിരുന്ന മനുഷ്യൻ പറയുന്ന മറുപടി എന്ത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? 10, അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത് എന്ന് ചോദിച്ച യഹൂദരോട് അന്ധനായിരുന്ന മനുഷ്യൻ ആദ്യം പറയുന്നത് എന്ത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. 11, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, അപ്പോൾ നിങ്ങൾ എന്തു ചെയ്തില്ല എന്നാണ് അന്ധൻ യഹൂദരോട് പറയുന്നത്? കേട്ടില്ല. 12, എന്തുകൊണ്ടാണ് വീണ്ടും യോഹന്നാൻ 9:27 പ്രകാരം പൂരിപ്പിക്കുക? കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 13, നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ എന്നാണ് അന്ധനായിരുന്ന മനുഷ്യൻ യഹൂദരോട് ചോദിക്കുന്നത്? അവന്റെ ശിഷ്യരാകുവാൻ. 14, നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന അന്ധനായിരുന്ന മനുഷ്യന്റെ ചോദ്യത്തിന് യഹൂദർ നൽകുന്ന മറുപടി എന്ത്? നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. 15, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് എന്ന് യഹൂദർ അന്ധനായിരുന്ന മനുഷ്യനോട് പറഞ്ഞത് എപ്രകാരം? അവനെ ശകാരിച്ചുകൊണ്ട്. 16, ആര് മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് യഹൂദർ പറയുന്നത്? ദൈവം. 17, ദൈവം ആരോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് യഹൂദർ പറയുന്നത്? മോശയോട്. 18, ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം,
എന്നാൽ ആര് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാണ് യഹൂദർ പറയുന്നത്. ഈ മനുഷ്യൻ 19 ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ അന്ധനായിരുന്ന മനുഷ്യൻ പറഞ്ഞ മറുപടി എന്ത്? ഇത് വിചിത്രമായിരിക്കുന്നു. 20 ഇത് വിചിത്രമായിരിക്കുന്നു. എന്ത് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് അന്ധനായിരുന്ന മനുഷ്യൻ പറയുന്നത്. അവൻ എവിടെ നിന്നാണെന്ന്. 21 അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എന്തു ചെയ്തു എന്നാണ് അന്ധനായിരുന്ന മനുഷ്യൻ പറയുന്നത്. എന്റെ കണ്ണുകൾ തുറന്നു. 22 ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാമെന്നാണ് പറയുന്നത്. പാപികളുടെ. 23 ആര് പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം. 24 ആരുടെ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ. 25 ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ശ്രവിക്കുന്നതാര്? ദൈവം. 26 ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ എന്താണ് ദൈവം ശ്രവിക്കുന്നത്? പ്രാർത്ഥന. 27 ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ലാത്തത് എന്ത്? അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി. 28 അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി എന്നു മുതൽ ഇന്നോളം കേട്ടിട്ടില്ല, ലോകാരംഭം മുതൽ. 29 അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഡാഷ് കേട്ടിട്ടില്ല. യോഹന്നാൻ 9:32 പ്രകാരം പൂരിപ്പിക്കുക, ഇന്നോളം. 30 ഈ മനുഷ്യൻ ആരിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല എന്നാണ് അന്ധനായിരുന്ന ആ മനുഷ്യൻ പറഞ്ഞത്. ദൈവത്തിൽ നിന്നുള്ളവൻ. 31 ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ എന്തു ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അന്ധനായിരുന്ന ആ മനുഷ്യൻ പറഞ്ഞത്. ഒന്നും ചെയ്യാൻ. 32 അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. ആര്? യഹൂദർ. 33 അപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയുള്ള നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? തികച്ചും പാപത്തിൽ പിറന്ന. 34 തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ എന്തു ചെയ്യുന്നുവോ എന്നാണ് യഹൂദർ അന്ധനായിരുന്ന ആ മനുഷ്യനോട് ചോദിച്ചത്. പഠിപ്പിക്കുന്നുവോ? 35 തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ച അവർ അവനെ എന്തു ചെയ്തു? പുറത്താക്കി. 36 യോഹന്നാൻ 9-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്, ആത്മീയാന്ധത. 37 അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. ആരെ? യഹൂദർ കാഴ്ച ലഭിച്ച അന്ധനെ, അതായത് അന്ധനായിരുന്നിട്ട് കാഴ്ച ലഭിച്ച മനുഷ്യനെ യഹൂദർ പുറത്താക്കി എന്ന് യേശു കേട്ടു. 38 യഹൂദർ പുറത്താക്കിയ കാഴ്ച ലഭിച്ചവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചത് എന്ത്? മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? 39 മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചത് എന്ത്? കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? 40 യോഹന്നാൻ 9:36 പ്രകാരം കാഴ്ച ലഭിച്ചവൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? കർത്താവേ. 41 കർത്താവെ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന കാഴ്ച ലഭിച്ചവന്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. 42 നീ അവനെ എന്ത് ചെയ്തു കഴിഞ്ഞു എന്നാണ് യേശു കാഴ്ച ലഭിച്ചവനോട് പറഞ്ഞത്. കണ്ടു കഴിഞ്ഞു. 43 നീ അവനെ കണ്ടു കഴിഞ്ഞു, ആരു തന്നെയാണ് അവൻ എന്നാണ് യേശു കാഴ്ച ലഭിച്ചവനോട് പറഞ്ഞത്. നിന്നോട് സംസാരിക്കുന്നവൻ. 44 നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ എന്ന് യേശു പറഞ്ഞപ്പോൾ കാഴ്ച ലഭിച്ചവൻ ചെയ്തതെന്ത്? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. 45 കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെയ്തതെന്ത്? യേശുവിനെ പ്രണമിച്ചു. 46 എന്തു പറഞ്ഞുകൊണ്ടാണ് അവൻ യേശുവിനെ പ്രണമിച്ചത്? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. 47
യോഹന്നാൻ 9:38 സംബോധന എന്ത്? കർത്താവേ. 48 കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചപ്പോൾ യേശു പറഞ്ഞതെന്ത്? കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. 49 എന്തിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് എന്നാണ് യേശു പറയുന്നത്? ന്യായവിധിക്കായിട്ട്. 50 ആര് കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്നാണ് യേശു പറഞ്ഞത്. കാഴ്ചയില്ലാത്തവർ. 51 കാഴ്ചയില്ലാത്തവർ എന്ത് ചെയ്യുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്നാണ് യേശു പറഞ്ഞത്. കാണുകയും. 52 അപ്പോൾ ഞങ്ങളും അന്ധരാണോ? ഇങ്ങനെ യേശുവിനോട് ചോദിച്ചതാര്? അവന്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ. 53 അവന്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇതു കേട്ട് യേശുവിനോട് ചോദിച്ചതെന്ത്? അപ്പോൾ ഞങ്ങളും അന്ധരാണോ? 54 അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് ചോദിച്ച ഏതാനും ഫരിസേയരോട് യേശു പറഞ്ഞതെന്ത്? അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. 55 അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഫരിസേയരോട് യേശു പറഞ്ഞത്? പാപം. 56 എങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? അന്ധരായിരുന്നെങ്കിൽ. 57 എന്തുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു എന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട്. 58 ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ എന്തു നിലനിൽക്കുന്നു? പാപം. ഇങ്ങനെ 58 ചോദ്യങ്ങളാണ് യോഹന്നാൻ 9-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.